മൊഡ്യൂൾ 2-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എന്താണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റാൻഡം വേരിയബിൾ ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് വായിച്ചു നോക്കാം. We have seen that probability theory was generally characterized as a collection of techniques to describe, analyze, and predict random phenomena. We then introduced the concept of sample space, identified events as a subset of this space, and developed some techniques of evaluating probability of events. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്താ റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് പറഞ്ഞു, സാമ്പിൾ സ്പേസ് എന്താണെന്ന് പറഞ്ഞു, ഈ സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഇവന്റ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് സം ഇവന്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ. പിന്നെ എന്താ പ്രോബബിലിറ്റിന്റെ പല ഡെഫിനേഷൻസ് കണ്ടു, പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താന്ന് പറഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് അറിയാലേ റിലേഷൻ എന്താണ്, ഫംഗ്ഷൻ എന്താ, അതൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഒരു ഫംഗ്ഷനും എന്താ വേണ്ടത്? ഒരു ഡൊമെയിൻ വേണം, ഒരു റേഞ്ച് വേണം. അപ്പം നമ്മൾ പിന്നെ ഒരു സാമ്പിൾ സ്പേസിൽ ഒരു സാമ്പിൾ സ്പേസ് ഡൊമെയിൻ ആയിക്കൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നോക്കാം. The purpose of this chapter is to introduce the concept of random variables, distribution and density function, and a thorough understanding of these concepts is very essential for the development of the subject. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ബേസിക് കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ടേം ആണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ റാൻഡം വേരിയബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. The purpose of this chapter is to introduce the concept of random variables, distribution and density function, and a thorough understanding of this concept. Random variables to be introduced now can be regarded merely as a useful tool for describing events. A random variable will be defined as a numerical function on the sample space S. ഞാൻ പറഞ്ഞു ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എന്താണ് സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ എന്താണ് കളക്ഷൻ ഓഫ് ഔട്ട്കത്തിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ ഒരു ടൈം കോയിൻ ടോസ് ചെയ്യുക. അപ്പൊ എന്ത് ഔട്ട്കം എന്താണ്? ഹെഡും ടെയിലും. അപ്പം ആ HT എന്ന് പറയുന്ന ആ സെറ്റിന് നമ്മൾ ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയും. പിന്നെ 2 times കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്കം എന്തായിരിക്കും? ഔട്ട്കം സെറ്റ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് HH, TH, HT, TT. നമുക്ക് 2 വട്ടം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, 2 തവണ നമുക്ക് ഹെഡ് കിട്ടാം. അല്ലെങ്കിൽ ആദ്യത്തെ തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാം, രണ്ടാമത്തെ തവണ ടെയിൽ കിട്ടാം. അതുപോലെ ആദ്യത്തെ തവണ ടെയിൽ കിട്ടാം, രണ്ടാമത്തെ തവണ ഹെഡ് കിട്ടാം, 2 തവണയും എന്ത് കിട്ടാം? ടെയിൽ കിട്ടാം. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഔട്ട്കം സെറ്റ് എന്ന് പറയുന്നത് HH, HT, TH, TT. അങ്ങനെയാണ് നമ്മുടെ ഔട്ട്കം സെറ്റ്. അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസിനെ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തത്? ക്യാപിറ്റൽ S വെച്ചിട്ടാണ് സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്തത്. അപ്പം ഈ സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന ന്യൂമറിക്കൽ ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. A random variable is a real valued function defined over the sample space. So its domain of definition is the sample space. Domain എന്ന് പറയുന്നത് sample spaceലാണ്. അപ്പം sample spaces and range is the real line extending from -infinity to infinity. അപ്പം ഡൊമെയിൻ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് ആണ്, റേഞ്ച് എന്ന് പറയുന്നത് റിയൽ ലൈൻ ആണ്. സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ ലൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. In other words, a random variable is a mapping from sample space to real numbers. Random variables are also called chance variables or stochastic variables. Random variable മറ്റൊരു പേരാണ് എന്ത്? ചാൻസ് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് വേരിയബിൾ. നമ്മൾ പൊതുവെ റാൻഡം വേരിയബിൾ എന്നാണ് കോൾ ചെയ്യുക. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ്. നമ്മൾ ക്യാപിറ്റൽ എക്സ് വെച്ചിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിളിനെ ഡിനോട്ട് ചെയ്യുക. ക്യാപിറ്റൽ എക്സ് ഓർ പർട്ടിക്കുലർലി എക്സ് ഓഫ് ഒമേഗ. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയൂലേ, അതുപോലെ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന് എക്സ് ഓഫ് ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ആ സാമ്പിൾ സ്പേസിലെ പോയിന്റ്സിനെയാണ് പറയുക. ഓരോ സാമ്പിൾ സ്പേസിൽ കുറെ എലമെന്റ് ഉണ്ടാവില്ലേ, അതിൽ ഓരോ എലമെന്റിനെ നമ്മൾ ഒമേഗ എന്ന് പറയും. അപ്പൊ നമ്മൾ സാമ്പിൾ സ്പേസിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ എക്സ് ഓഫ് ഒമേഗ.
ഇനി നമുക്ക് symbolically എങ്ങനെ എഴുതാം? X is a function from S to R. S എന്ന് പറയുന്നത് sample space, R എന്ന് പറയുന്നത് എന്താ? Real line. The above definition of a random variable as such is not perfect because all functions defined on S cannot be random variable. It has to satisfy some basic requirements. From the point of view of modern mathematics, an acceptable definition of a random variable is given below. So നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു യൂഷ്വൽ ഡെഫിനിഷൻ ആണ്. കുറച്ചും കൂടെ ഒരു മാത്തമാറ്റിക്കൽ ടേംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെഫിനിഷൻ. നിങ്ങളിപ്പം ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ്. അതെന്താന്ന് നോക്കാം നമുക്ക്. A random variable x is a function whose domain is S, so a sample space, and range is a set of real values from -infinity to infinity, such that the set x less than or equal to x belongs to B. ഈ B എന്താണ്? ക്യാപിറ്റൽ B. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നതാണ് ബോറൽ ഫീൽഡ്. ബോറൽ ഫീൽഡ് എന്നാണ് അതിന് പറയാം. B നിങ്ങൾ നോക്കാം, ഞാൻ ബോറൽ ഫീൽഡ് നമ്മൾ എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതറിയാത്തവര് ആ വീഡിയോ കാണുക കേട്ടോ. Such that the set x less than or equal to x belongs to B, the Borel field for any real number x. That means random variable x are functions on S which are measurable with respect to the Borel field. അപ്പൊ നമ്മളുടെ ഈ നമുക്കറിയാം ഈ സാമ്പിൾ സ്പേസിൽ ഒരു ബോറൽ ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തതാണ്. അപ്പൊ അത് ആ വീഡിയോ കാണാം കേട്ടോ. അതിപ്പോ ഇനി റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് അത്രയും ലാഗ് ആവും. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. അപ്പൊ നമ്മൾ ഈ സാമ്പിൾ സ്പേസിൽ നമുക്കൊരു ബോറൽ ഫീൽഡ് ഡിഫൈൻ ചെയ്യാം. ഈ ബോറൽ ഫീൽഡിലുള്ള സാമ്പിൾ സ്പേസിലെ ബോറൽ ഫീൽഡിലുള്ള എലമെന്റ്സിനെ ഒരു റിയൽ നമ്പറുമായിട്ട് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റണം. സാമ്പിൾ സ്പേസിലെ ബോറൽ ഫീൽഡിലെ എലമെന്റ്സിനെ നമുക്കൊരു റിയൽ നമ്പറുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ പറയാം റാൻഡം വേരിയബിൾ ഓൺ S which is measurable with respect to the Borel field എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ഡെഫിനേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അത് എഴുതിയാലും മതി. പക്ഷെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ റാൻഡം വേരിയബിളിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കാം. Here we can note that each set of the form x less than or equal to x is an event. ഇതിനെയാണ് നമ്മൾ ഓരോ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് സെറ്റിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുക. നമുക്ക് ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. As an illustration, consider a random experiment consisting of two tosses of a coin. Then the sample space is given by പറഞ്ഞു രണ്ടു വട്ടം കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സാമ്പിൾ സ്പേസ് എങ്ങനെയാണ് വരിക? HH, HT, TH, TT. Then to each outcome omega. നമ്മൾ ഈ സാമ്പിൾ സ്പേസിലെ ഇപ്പം HH എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് അല്ലെ, HT എന്ന് പറയുന്ന അടുത്തൊരു എലമെന്റ്. ഇതിനെ ഓരോന്ന് നമ്മൾ ഒമേഗ എന്ന് വിളിക്കാം. omega1, omega2, omega3, omega4 അങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുക. Then to each outcome omega in the sample space, there corresponds a real number x of omega. It can be represented in the tabular form. അപ്പോൾ നമ്മൾ ഇവിടെ സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ ലൈനിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു. നമുക്ക് ഈ റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് റാൻഡം വേരിയബിളിനെ ഏത് തരത്തിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. സാമ്പിൾ സ്പേസിലുള്ള ഒരു സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ ലൈനിലേക്ക് മാപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ ഔട്ട്കം സെറ്റ്, ഇവിടെ ടേബിളിൽ നോക്കുക. ഔട്ട്കം സെറ്റിന് HH, HT, TH, TT എഴുതിയിട്ടുണ്ട്. അതാണ് ഒമേഗകൾ. അപ്പൊ എക്സ് ഓഫ് ഒമേഗകൾ 2, 1, 1, 0 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്ന എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫംഗ്ഷൻ ആണ്, നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പം ഫസ്റ്റത്തെ പിന്നെ ഔട്ട്കം എന്താണ്? HH. അപ്പൊ അതിൽ നമ്മൾ എക്സ് ഓഫ് ഒമേഗ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പം എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് HHൽ എത്ര നമ്പർ ഓഫ് ഹെഡ്സ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതാണ് 2 എന്ന് എഴുതിയേക്കുന്നത്. ഈ HTയിൽ എത്ര ഹെഡ്സ് ഉണ്ട്? 1. THൽ 1, TTയിൽ 0 അല്ലെ? അവിടെ TTയിൽ ഹെഡ് ഒന്നും ഇല്ല, 0. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്ത ആ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അതുപോലെ നമുക്ക് നമ്പർ ഓഫ് ടെയിൽസ് വേണമെങ്കിൽ ഇപ്പൊ ഒരു നമ്മൾ y ഓഫ് ഒമേഗ എന്ന് എടുക്കുന്നു. y എന്ന് പറയുന്നൊരു എന്താണ്? വേറൊരു റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നു. y എന്ന് പറയുന്ന നമ്പർ ഓഫ് ടെയിൽസ് ആണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ത് വരും? ഫസ്റ്റ് HHന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? 0 വരും അല്ലെ? അവിടെ ടെയിൽ ഇല്ല. HTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1, THന് കറസ്പോണ്ടിങ് ആയിട്ട് 1, TTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 വരും. അപ്പൊ നമുക്ക് ഈ റാൻഡം വേരിയബിളിനെ എന്ത് വെച്ചും ഡിഫൈൻ ചെയ്യാം. അതൊരു സാമ്പിൾ സ്പേസിൽ നിന്നും റിയൽ നമ്പറിലേക്കുള്ള റിയൽ ലൈനിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആവണം.
Thus, we have defined a one-dimensional random variable as a real-valued function on S which is associated with a random experiment. That means a one-dimensional random variable is a measurable function x of omega with domain S and range minus infinity to plus infinity such that for every real number x, the event omega such that x of omega less than or equal to x belongs to b. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. In coin tossing experiment, we note that s equal to omega 1 omega 2. നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. ഇതില് നമുക്ക് ആ രണ്ട് പോയിന്റ് അല്ലേ, ഹെഡ് ടെയിൽ. അപ്പൊ ആ സാമ്പിൾ സ്പേസിൽ ഹെഡും ടെയിലും ആണുള്ളത്. നമ്മൾ ഹെഡിനെ ഒമേഗ 1 എന്ന് വിളിച്ചു, ടെയിലിനെ ഒമേഗ 2 എന്ന് വിളിച്ചു. ഇത് നമ്മളൊരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ് എക്സ് ഓഫ് ഒമേഗ. നമുക്ക് ടെയിൽ ആണ് കിട്ടുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ 0, ഹെഡ് ആണ് കിട്ടുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ 1. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. Here the random variable x of omega takes only two values 0 and 1 as omega can be either head or tail. Such a random variable is known as Bernoulli random variable. അങ്ങനെ എക്സിന് ഏതെങ്കിലും രണ്ട് വാല്യൂ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ, ഇവിടെ എക്സ് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, അതിനപ്പുറം ഒരു വാല്യൂ എടുക്കുന്നില്ല. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതിൽ എക്സ് ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നുണ്ട്? 2, 1, 0. 3 വാല്യൂസ് എടുക്കുന്നുണ്ട്. 0, 1, 2 ഈ 3 വാല്യൂസ് ആവാം. പക്ഷെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തത് എന്താ? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. ഇങ്ങനെ പിന്നെ റാൻഡം വേരിയബിൾ ഏതെങ്കിലും രണ്ട് വാല്യൂസ് ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ ബെർണോളി റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ബെർണോളി റാൻഡം വേരിയബിൾ എന്നുവെച്ചാൽ റാൻഡം വേരിയബിൾ ഏതെങ്കിലും 2 വാല്യൂസ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ജനറലി 0, 1 ആണ് പറയുക, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1, ഇങ്ങനെ ഏതെങ്കിലും രണ്ട് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിനെയാണ് ബെർണോളി റാൻഡം വേരിയബിൾസ് എന്ന് പറയുക. ഇനി അതുപോലെ ഇപ്പം x1ഉം കുറച്ച് എന്താ പറയാ, നമ്മൾ റാൻഡം വേരിയബിൾ എന്താന്ന് പറഞ്ഞു, അതിന് ഇനി നമ്മുടെ കയ്യിൽ ഒരു റാൻഡം വേരിയബിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പുതിയൊരു റാൻഡം വേരിയബിൾ കൺസ്ട്രക്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ x1 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്, x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്. x1 and x2 are random variables and c is the constant. c ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ cx1 സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് x1. x1 ഒരു റാൻഡം വേരിയബിൾ ആണ്, അതിനെ നമ്മൾ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതും എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു റാൻഡം വേരിയബിൾ തന്നു, എന്നിട്ട് പറയാണ് നിങ്ങൾ പുതിയൊരു റാൻഡം വേരിയബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്കേലാർ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അത് എഗെയിൻ എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇനി രണ്ടാമത്തത് x1 plus x2 is a random variable. നമ്മുടെ കയ്യിൽ x1 ഉണ്ട്, x1 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്, x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ആഡ് ചെയ്താൽ അത് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. അതുപോലെ അതിന് മൂന്നാമത്തെ എന്താണ്? അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ x1 minus x2 എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. അതുപോലെ നാലാമത്തെ നോക്കൂ, മാക്സിമം ഓഫ് x1 x2. x1ഉം ഉണ്ട് x2 ഉണ്ട്, അതിൽ മാക്സിമം ഓഫ് x1 x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും, മിനിമം ഓഫ് x1 x2 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ, രണ്ട് റാൻഡം വേരിയബിൾ കിട്ടിയ പുതിയ റാൻഡം വേരിയബിൾസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുന്നത്. ഇനി അടുത്തത് ശ്രദ്ധിക്കാം, റാൻഡം വേരിയബിൾസ് ആർ ഓഫ് 2 ടൈപ്സ്. അപ്പൊ നമ്മൾ ഈ റാൻഡം വേരിയബിളിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ റാൻഡം വേരിയബിൾസ് ജനറലി 2 ടൈപ്പ് ആണ്. ഒന്ന് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. എന്താണ് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാല്? ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറയുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഒന്ന് ഫൈനൈറ്റ് ആയിരിക്കണം, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കണം. കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം. ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്ലി കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയാം. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫൈനൈറ്റ് ആയിട്ട് ഇത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ പറ്റും, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലിയിലാണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം, ഒരു കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം. അതിനെയാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. ഇപ്പം 1, 2, 3 എന്ന് പറയുന്നത് എന്താ? ഫൈനൈറ്റ് ആണ്. അപ്പൊ ആ ടൈപ്പ് ഓഫ് ഇതിനെയാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റാൻഡം വേരിയബിൾ ഇപ്പം ഫൈനൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫിനൈറ്റ്ലി കൗണ്ടബിൾ ആണ്, ഫൈനൈറ്റോ അല്ലെങ്കിൽ കൗണ്ടബിളോ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇപ്പം റാൻഡം വേരിയബിൾ എടുക്കാൻ പറ്റും. നമ്മൾ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് റിയൽ ലൈൻ ആയിരിക്കും.
റിയൽ ലൈനിലെ വാല്യൂസ് ആയിരിക്കും റാൻഡം വേരിയബിൾ എടുക്കുക. അപ്പൊ നമ്മൾ ഈ പിന്നെ റാൻഡം വേരിയബിൾ എന്താണ് ഫൈനൈറ്റോ അല്ലെങ്കിൽ കൗണ്ടബിളോ ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇനി അതല്ല നമുക്ക് എന്താണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഫൈനൈറ്റ്ലി ആണ് പക്ഷെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഇന്റർവെല്ലായിരിക്കും, നമ്മളൊരു ക്ലോസ്ഡ് ഇന്റർവെൽ ഒരു അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഇന്റർവെൽ എ ബിയിലൊക്കെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചോ. എന്നുവെച്ചാൽ അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ എയും ബിയും അല്ലാതെ അതിന്റെ ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും വരും അല്ലെ. ആ ഒരു റേഞ്ചിൽ എന്ന് പറയുമ്പം അതിലെ ലോവർ ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റിന്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും വരും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്യാണ് എക്സ് ലൈസ് ബിറ്റ്വീൻ -∞ ആൻഡ് +∞ എന്ന് പറയുമ്പോൾ ഈ -∞ ഒരു റിയൽ ലൈനിലാവുമ്പോൾ -∞ ഇൻഫിനിറ്റിന്റെ ഇടയിൽ കിടക്കുന്ന എത്രയോ വാല്യൂസ് ഉണ്ട് അല്ലെ. റാഷണൽ വാല്യൂസ് ഉണ്ട്, ഇറാഷണൽ വാല്യൂസ് ഉണ്ട്, അപ്പം കുറെ വാല്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എക്സ് അസ്യൂം ചെയ്യാറ്. അപ്പൊ അത് എന്താണ് കൗണ്ടബിൾ അല്ല, ഇൻഫിനിറ്റ്ലി അൺകൗണ്ടബിൾ ആണ്. ആ ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് എക്സ് റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ജനറലി റാൻഡം വേരിയബിൾസിനെ ഡിസ്ക്രീറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പിന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഫൈനൈറ്റ് വാല്യൂസ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി കൗണ്ടബിൾ വാല്യൂസ് ആയിരിക്കും അസ്യൂം ചെയ്യുക. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? ഇൻഫൈനൈറ്റ്ലി അൺകൗണ്ടബിൾ വാല്യൂസ് ആയിരിക്കും അസ്യൂം ചെയ്യുക. നമുക്ക് ഇനി ഓരോ പ്രോബ്ലം വരുമ്പോൾ ഒക്കെ എങ്ങനെയാന്ന് നോക്കാം. വായിച്ചു നോക്കാം. റാൻഡം വേരിയബിൾസ് ആർ ഓഫ് ടു ടൈപ്സ്, discrete and continuous. A random variable x is said to be discrete if its range includes finite number of values or countably infinite number of values. The possible value of a discrete random variable can be labeled. നമുക്ക് ഇങ്ങനെ x എടുക്കുന്ന വാല്യൂ, x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ x1, x2, etc. xn ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നാണ് പറയാം. The possible value of a discrete random variable can be labeled as x1, x2, x3, etc. ഇനി നമ്മൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത്. The number of defective articles produced in a factory in a day in a city. ഇപ്പൊ നമ്മൾ ഒരു സിറ്റിയിൽ ഒരു ദിവസം ഒരു ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ്സ് ഐറ്റം, നമ്മളിപ്പം കുറെ എന്തെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിലാണെങ്കിലും ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടാവും, നോൺ ഡിഫക്റ്റീവ് ഐറ്റം ഉണ്ടാവും. അപ്പൊ ഒരു ഫാക്ടറിയിൽ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ഐറ്റം എന്ന് പറയുന്നത് കൗണ്ടബിൾ നമ്പർ ഓഫ് ആയിരിക്കില്ലേ, കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ആയിരിക്കും അല്ലെ. എന്തിനൊരു എക്സാമ്പിൾ ആണ്? ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ നമ്പർ ഓഫ് ഡെത്ത്സ് ഡ്യൂ ടു റോഡ് ആക്സിഡൻസ് ഇൻ എ ഡേ ഇൻ എ സിറ്റി, ഒരു സിറ്റിയിൽ ഒരു ദിവസം നടക്കുന്ന റോഡ് ആക്സിഡൻസിന്റെ എണ്ണം, അതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾ ആണ്. അടുത്തത് നമ്പർ ഓഫ് പേഷ്യൻസ് അറൈവിംഗ് അറ്റ് എ ഡോക്ടേഴ്സ് ക്ലിനിക് ഇൻ എ ഡേ, ഒരു ഡേയിൽ ഒരു ക്ലിനിക്കിൽ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ വരുന്ന നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം, അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അതെന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ ആണ്. A random variable which is not discrete is said to be continuous. Discrete type അല്ലാത്ത random variables നമ്മൾ continuous എന്ന് പറയും. That means it can be assumed infinite number of values from a specified interval of the form closed interval AB. അവിടെ എന്ന് പറയുന്നത് നമ്മൾ ഓരോ പെർട്ടിക്കുലർ നമുക്ക് ഇങ്ങനെ ലാബൽ ചെയ്യാൻ പറ്റില്ല. എക്സ് എടുക്കാൻ പറ്റുന്ന വാല്യൂസിന് നമുക്ക് ഇങ്ങനെ x1, x2 ഇങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഇന്റർവെല്ലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ എല്ലാ വാല്യൂസും എന്ത് ചെയ്യും? എക്സ് അസ്യൂം ചെയ്യും. A few examples of continuous random variable are given below. A man brushes his teeth every morning. X represent the time taken for brushing. അപ്പം നമ്മൾ എടുക്കുന്നത് ഇപ്പം ഒരാള് രാവിലെ എന്താണ് ഓരോ ദിവസവും എന്താണ് ബ്രഷ് ബ്രഷിങ്ങിന് എടുക്കുന്ന ടൈം. ഇപ്പൊ ഡേ 1 എടുക്കുന്ന ടൈം ആയിരിക്കില്ല ഡേ 2 എടുക്കുന്നത്, ഡേ 3 എടുക്കുന്ന ഈ 2 ദിവസം എടുക്കുന്ന ടൈം ആയിരിക്കില്ല ഡേ 3 എടുക്കുന്നത്. നമുക്ക് ജനറലി പറയാൻ പറ്റുക, അതൊരു ഇന്റർവെല്ലിലാണ് പറയാൻ പറ്റുക. ഇത്ര സമയം മുതൽ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഈ ഒരു ഇടയിലായിരിക്കും. നമ്മൾ കുറെ ദിവസത്തെ വാല്യൂസ് മെഷർ ചെയ്തിട്ട് നമ്മൾ പറയും ഈ ഒരു റേഞ്ചിലായിരിക്കും വരിക എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് അതിന്റെ പെർട്ടിക്കുലർ വാല്യൂ ഓരോ ദിവസം ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിനടുത്തത് എക്സ് റെപ്രസെന്റ് ദ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡന്റ് റാൻഡംലി ചൂസൺ ഫ്രം എ കോളേജ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിന്റെ ഹൈറ്റ് നമ്മളിങ്ങനെ എക്സിന്റെ വാല്യൂ ഇതാണ്, പിന്നെ 140, 140.5 അങ്ങനെ പറയില്ല. നമ്മളെപ്പോഴും പറയാ
ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും ഹൈറ്റ്. എക്സിന് എടുക്കാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ, ഈ ഒരു ഇന്റർവെലിന്റെ ഉള്ളിലായിരിക്കും. അങ്ങനെയാണ് പറയുക. അടുത്തത് എക്സ് റെപ്രസെന്റ് സർവീസ് ടൈം ഓഫ് എ ഡോക്ടർ ഓൺ നെക്സ്റ്റ് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിനും ഒരു ഡോക്ടർ എത്ര നേരം അവരെ പരിശോധിക്കുന്നു, ആ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? റാൻഡം ആയിരിക്കും അല്ലെ? അതെന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് ആയിരിക്കില്ല, അത് ഓരോ പേഷ്യന്റിന് എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊന്നും ആ ഒരു കേസിലും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു എന്താ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അതും എപ്പോഴും ഒരു ഇന്റർവെൽ ആയിരിക്കും പറയാം. ലൈഫ് ടൈം ഓഫ് എ ട്യൂബ്, ഒരു ട്യൂബിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നതും എന്താ ഇന്ന മുതൽ ഇത്ര കൊല്ലം വരെ എന്ന് പറയാൻ പറ്റൂ. അല്ലാണ്ട് എക്സാക്ട്ലി നമുക്കൊരു പോയിന്റ് വരെ, നമുക്ക് ഇത്ര 2 കൊല്ലം കഴിഞ്ഞാൽ ഇത് എന്താണ് ഡിഫക്റ്റീവ് ആവുന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊരു റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിൾ. നോട്ട് ദാറ്റ് റാൻഡം വേരിയബിൾസ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. റാൻഡം വേരിയബിൾ എപ്പോഴും നമ്മളൊരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഡിനോട്ട് ചെയ്യുക, ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ സെഡ്. ഇങ്ങനെയായിരിക്കും റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുക. And the corresponding small letters are used to denote the values of a random variable. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ റാൻഡം വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സ്മോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു, എന്താണ് ഇതാ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. സ്മോൾ എക്സുകളാണ് ഈ 2, 1, 0 എന്ന് വെച്ചാൽ എക്സ് അസ്യൂം ചെയ്യുന്ന എക്സിന് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 2, 1, 0. അപ്പൊ അതൊക്കെ എന്താണ്? സ്മോൾ എക്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. We are not interested in random variables, whereas we will be interested in events defined in terms of random variables. നമ്മൾ എപ്പോഴും നമുക്ക് ഒരു റാൻഡം വേരിയബിളിനല്ല നമുക്ക് ആവശ്യം, ഈ റാൻഡം വേരിയബിൾ യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന ഇവന്റ്സിനെയാണ് നമുക്ക് ആവശ്യം. കാരണം ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു പ്രോബബിലിറ്റി പറയാൻ പറ്റും. ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും നമുക്കൊരു പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തിട്ടല്ല, പകരം ആ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന ഇവന്റ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന അതിനെയല്ല വേണ്ടത്, പകരം റാൻഡം വേരിയബിൾ യൂസ് ചെയ്ത് ഉള്ള ഇവന്റ്സിനെയാണ് വേണ്ടത്. From the definition of the random variable x, we have seen that each set of the form x less than or equal to x is an event. The basic type of events that we shall consider are the following. കുറച്ച് ഇവന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഇവന്റ്സ് ആണ്. ഒന്നാമത് എക്സ് ഈക്വൽ ടു എ. നമ്മൾ പറയും എക്സ് ഈക്വൽ ടു എ. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു, അതെന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ്. എക്സ് ഈക്വൽ ടു ബി. എക്സ് എന്ന് പറഞ്ഞാൽ ബി എന്ന പോയിന്റ് എടുക്കുന്നു. അടുത്തത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. എയുടെയും ബിയുടെയും ഇടയിൽ എക്സ് വരുന്ന ഒരു ഇവന്റ്. അതുപോലെ എയുടെയും എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ഈ ഒരു ഇവന്റ്. അപ്പൊ ഇതുപോലത്തുള്ള ഇവന്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഡിസ്കസ് ചെയ്യാം.